ഹലോ. അപ്പൊ ഇന്ന് വോയിസ് തരാനായിട്ട് ആക്ച്വലി എനിക്ക് നല്ല സുഖമില്ലാന്ന് വേണമെങ്കിൽ പറയാം. സുഖമില്ലെങ്കിലും നമുക്ക് വീഡിയോ ഇടാൻ മറക്കരുതല്ലോ. അതുകൊണ്ടാട്ടോ ഞാൻ എന്തായാലും വീഡിയോ ഇടണമെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. നമ്മുടെ ഫുക്വാക്ക ഐലൻഡിൽ ഞങ്ങൾ പോയ ഓരോ സ്ഥലങ്ങളും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോ ഇടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഐസ് ജംഗിളിലേക്കാണ്. ഇവിടുത്തെ സമയം 6:30 ആയിട്ടുള്ളൂ. പക്ഷേ ഇരുട്ട് കണ്ടാൽ നിങ്ങൾ കരുതും 10 മണിയായി. ഒരു കുഞ്ഞുങ്ങളില്ല. അങ്ങനെ നമ്മൾ എൻട്രി ഒക്കെ കഴിഞ്ഞ് 2 ടാഗ് ഒക്കെ തന്നു. നമ്മൾ ഐസ് ജംഗിളിന്റെ ഉള്ളിലേക്ക് വന്നു. ഞാൻ കരുതി ഐസ് ജംഗിൾ എന്ന് പറയുമ്പോൾ വാവ്, കയ്യില്ലാത്ത ഡ്രസ്സൊക്കെയാണ് ഇട്ടിട്ട് പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുമോ? ദൈവമേ, കുളിരുമല്ലോ മരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒന്നും നടന്നിട്ടില്ല കേട്ടോ. എനിക്ക് വലുതായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. എൻട്രി ഒക്കെ കണ്ട് ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി എന്തോ വലിയ സംഭവമാണെന്ന്. ഓപ്പൺ ആയിട്ട് പറയുവാണെങ്കിൽ ഫുക്വാക്ക് ഐലൻഡിൽ വരുന്നവർക്ക് ഐസ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു ലൊക്കേഷൻ നിങ്ങൾ ഫൈൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. ഇവിടെ എൻട്രി ഫീസും കൂടുതലാണ്. ഇതിൻ്റെ അകത്ത് കാണാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. കുറച്ച് നമ്മൾ മുമ്പിലോട്ടൊക്കെ നടന്നു വരുമ്പം നല്ല രസവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് ഒരു ഫോട്ടോസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണോ എന്ന് തോന്നി. അതിൻ്റെ ഉള്ളിൽ വന്നപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഒരു 5-6 പേര് മാത്രം കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ ഞങ്ങളെയും കൂട്ടി ഒരു 7-8 പേരെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അവിടുത്തെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ മാത്രമാണ് കാണാനുള്ളൂ. നമ്മൾ കൊടുക്കുന്ന 3000 രൂപയ്ക്ക് അതിൻ്റെ ഉള്ളിൽ ചെന്ന് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ദേ ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ കാണാനുള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ സ്വന്തമായിട്ട് എവിടെയെങ്കിലും ലൊക്കേഷൻസ് ഒക്കെ ഇട്ട് പോകുവാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം മാത്രം പോകുക. വെറുതെ ക്യാഷ് ഒന്നും കൊണ്ട് കളയണ്ടല്ലോ എന്നോർത്ത് പറയുന്നതാണ് കേട്ടോ. പിന്നെ ആകെ ഇവിടെ കാണാൻ രസം ഉണ്ടായിരുന്ന ഈ പ്രൊജക്ടർ കണ്ടില്ലേ, ഫുള്ളായിട്ട് കവർ ചെയ്ത് കുറച്ച് എന്തൊക്കെയോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ കണ്ടു കഴിഞ്ഞിറങ്ങി. ഇതൊക്കെ ഇവിടെ വന്ന ഓരോ ആളുകളുടെ ഫോട്ടോസാണ്. ഫ്രീ അല്ല കേട്ടോ. അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ അവിടെ തന്നെ ക്യാഷ് കൊടുത്ത് ഫോട്ടോ എടുത്തതിന് ശേഷമാണ് അവരവിടെ വെച്ചിരിക്കുന്നത്. ഫൈനലി അതൊക്കെ കണ്ട് ഒരു 1 അവർ കഴിഞ്ഞപ്പോഴാണ് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടൊന്ന് പുറത്തിറങ്ങിയത്. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ടാണ് പോയി കിടന്ന് ഉറങ്ങാന്ന് കരുതി. നല്ല ടയർഡും കാര്യങ്ങളും ഉണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഐസ്ക്രീം നിർബന്ധമായിരുന്നു. ഇവിടുത്തെ സമയം കണ്ടാൽ ഒരു 8:30 ആയിട്ടുള്ളൂ. പക്ഷെ ഒരു കുഞ്ഞുങ്ങളും പുറത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വിടിയ വിടിയ ആളുകളാണ്. അപ്പോൾ എന്തായാലും ഞാൻ പോയി കിടക്കാൻ പോവുകയാണ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്.